ആദ്യമേ തന്നെ ജയകുമാറിനെ വിലക്കുകയാണ് പിണറായി. ശബരിമലയിൽ ഭയാനക സാഹചര്യമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രസ്താവനയിൽ സർക്കാരിന് വലിയ അതൃപ്തി ഉണ്ടായിരിക്കുന്നു. മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയും ജയകുമാർ ആരോപണമായി മുന്നോട്ട് വച്ചിരുന്നു. ഇത് രണ്ടും സർക്കാരിന് തിരിച്ചടിയായി. പ്രതിപക്ഷം പോലും ഈ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നു. അത്തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവനകൾ അരുതെന്ന് ജയകുമാറിന് സർക്കാരിന്റെ സന്ദേശവും കൈമാറിക്കഴിഞ്ഞു. ശബരിമലയിൽ ഭക്തരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ ജയകുമാർ സംസാരിച്ചത് ശരിയല്ലെന്ന തരത്തിലാണ് സർക്കാരിന്റെ നിരീക്ഷണം പോലും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് തിരിച്ചടിയാകുമെന്ന ഭയം ഇപ്പോൾ തന്നെ CPM-നുണ്ട്, പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ജയകുമാറിനോട് CPM-ഉം ഇതേപോലെ തന്നെ നിർദ്ദേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ തിക്കിനും തിരക്കിലും പിന്നാലെ സന്നിധാനത്ത് നിയന്ത്രണം കർശനമാക്കിയതോടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുമുണ്ട്. പാളിച്ചകൾ ഇനിയും ഉണ്ടാകാതിരിക്കുവാൻ തീർത്ഥാടകരെ നിലയ്ക്കൽ തടഞ്ഞു നിർത്തി നിയന്ത്രിച്ചാണ് ഇപ്പോൾ ഇതാ പമ്പയിലേക്ക് പോകാൻ അനുവദിക്കുന്നത്. രാത്രിയിലെത്തിയ തീർത്ഥാടകരുടെ മുഴുവൻ വാഹനങ്ങളും നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറ്റിയിടുന്നു. അതിലെ തീർത്ഥാടകരോട് വിശ്രമിച്ച് പതുക്കെ മാത്രം പമ്പയിലേക്ക് പോകാനാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. തിരക്ക് കുറയ്ക്കാൻ ജയകുമാർ വച്ച നിർദ്ദേശമാണ് ഇപ്പോൾ ഇത്. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് സെന്റർ കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ NDRFന്റെ ആദ്യ സംഘം സന്നിധാനത്ത് എത്തിച്ചേർന്നു. തൃശ്ശൂരിൽ നിന്നുള്ള 35 അംഗ സംഘമാണ് എത്തിച്ചേർന്നത്. രണ്ടാം സംഘം ഇന്ന് രാത്രിയോടെ എത്തും. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ഭൂരിപക്ഷവും KSRTC ബസ്സുകൾ മാത്രമാക്കി ക്രമീകരിച്ചു. പമ്പയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിറ്റിൽ 3 മുതൽ 5 വരെ ബസ്സുകൾ അയച്ച സ്ഥാനത്ത് ഇന്ന് നിയന്ത്രിച്ചു മാത്രമാണ് ബസ്സുകൾ പോകാൻ അനുവദിക്കുന്നത് പോലും. അതേസമയം ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തിയ തീർത്ഥാടകരെ നിലയ്ക്കലെത്തിക്കാൻ നിരനിരയായി ബസ്സുകൾ കാത്തുകിടക്കുകയാണ്. തീർത്ഥാടകർ കയറിയാൽ അപ്പോൾ തന്നെ ബസ് വിട്ടുപോകും. കഴിഞ്ഞ ദിവസം രാത്രി ഹരിവരാസനം ചൊല്ലി നട അടച്ചപ്പോൾ 18-ാം പടി കയറാനുള്ള നിര, ആ നിര എന്ന് പറയുന്നത് മരക്കൂട്ടം വരെ ഉണ്ടായിരുന്നു. അവരെ രാത്രി നട അടച്ച ശേഷവും 18-ാം പടി കയറ്റി തിരക്ക് കുറയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കിയെടുത്തു. ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്ന ശേഷം വടക്കേ നടയിലൂടെ അവർക്ക് ദർശനത്തിനുള്ള അവസരവും നൽകി. എരുമേലി പമ്പ പാതയിൽ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് കഴിഞ്ഞ ദിവസം തിരക്ക് നിയന്ത്രിച്ചത്. ഇന്ന് വഴിയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടില്ല. 2 ദിവസം കൊണ്ട് പൂർണ്ണതോതിലെല്ലാം ശരിയാക്കാമെന്നുള്ള നിഗമനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു. എന്നാൽ ശനിയും ഞായറും കൂടുതൽ പേരെത്തിയാൽ പ്രതിസന്ധി ഇപ്പോഴത്തേനേക്കാൾ രൂക്ഷമാകുവാനുള്ള സാധ്യതയുണ്ട്. 18-ാം പടി കയറാനുള്ള ക്യൂവിൽ ആ ക്യൂ നിലവിൽ ശരംകുത്തി വരെ മാത്രമാണ്. സന്നിധാനവും പമ്പയും പൂർണ്ണമായിട്ടും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. വരി തെറ്റിച്ച് 18-ാം പടിയിലേക്ക് അല്ലെങ്കിൽ പടിക്കലേക്ക് പോകാൻ ആരെയും അനുവദിക്കുന്ന ഒരു സാഹചര്യവുമില്ല. ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് സുരക്ഷിതത്വവും ഒപ്പം തന്നെ സുഗമമായിട്ടുള്ള ദർശനവും ഒരുക്കുന്നതിനായിട്ട് NDRFന്റെ ആദ്യ സംഘം സന്നിധാനത്ത് സജീവമായിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള 2-ാം സംഘം രാത്രിയോടെ പമ്പയിലെത്തും. 40 പേരാണ് ഈ സംഘത്തിൽ ഉള്ളതും. 1.25 ലക്ഷത്തിലേറെ പേരാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്തിയത്. എന്നാൽ ഇവരിൽ 87,000 പേരുടെ മാത്രമാണ് എണ്ണം രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സന്നിധാനത്തെത്തിയവരിൽ പരിപൂർണമായിട്ട് ദർശനം നടത്താൻ കഴിഞ്ഞവരും കുറവാണ്. തീർത്തും ശാന്തവും സമാധാനപൂർണവുമായിട്ടുള്ള നിലവിലെ സ്ഥിതികൾ എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസം സ്ഥിതി അത്യന്തം ദയനീയമായിരുന്നു. ശബരിമലയിലെ തിരക്ക് കണക്കിലെടുത്ത് പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് അത് പൂർണ്ണമായിട്ടും നിലയ്ക്കലിലേക്ക് മാറ്റുകയും ചെയ്തു. 7 കൗണ്ടറുകൾ പുതുതായിട്ട് ഇതിനുവേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. 20,000 നിലയ്ക്കലെ പരമാവധി സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ പരിധിയിലെത്തിയാൽ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കാൻ കഴിയും. ഡിസംബർ 10 വരെ ഓൺലൈൻ ബുക്കിംഗ് ഒഴിവില്ലാത്തതിനാൽ സ്പോട്ട് ബുക്കിംഗ് കൂടുതലായി ഉണ്ടായേക്കും എന്നുള്ള കരുതുന്നു. ഇതിനിടെ സ്പോട്ട് ബുക്കിങ്ങിനെ ചൊല്ലി നിലയ്ക്കൽ തന്നെ തർക്കമുണ്ടാവുകയും ചെയ്തു. മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ ഭക്തർക്കുണ്ടാകുന്നു. പമ്പയിൽ തീർത്ഥാടകർ കൂടുതൽ സമയം കാത്തു നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലയ്ക്കലിലേക്ക് ഈ സ്പോട്ട് ബുക്കിംഗ് മാറ്റിയിരിക്കുന്നത്. പക്ഷേ ശബരിമലയിൽ ദർശനം ലഭിക്കാതെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഭക്തർ കഴിഞ്ഞ ദിവസവും ഈ പന്തളം കോയിക്കൽ ക്ഷേത്രത്തിലെത്തി ഇരുമുടിക്കെട്ട് അഴിച്ച് നെയ്യഭിഷേകം നടത്തി മാലയൂരി മടങ്ങേണ്ടി വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തിരക്കിൽപ്പെട്ട് ദർശനം നടത്താൻ കഴിയാതെ മടങ്ങിയവരാണ് ഈ പന്തളത്തെത്തുകയും മാലയൂരിയ ശേഷം മടങ്ങുകയും ചെയ്തു. പാരിപ്പള്ളിയിൽ നിന്നെത്തിയ സ്ത്രീകളടക്കമുള്ള 17 അംഗ സംഘം, തീർത്ഥാടക സംഘം, ആ സംഘമാണ് ദർശനം നടത്താതെ മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇന്നലെ ഈ ഉച്ചയ്ക്ക് പമ്പയിലെത്തിയ സംഘം മരക്കൂട്ടം വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ തുടർന്നുള്ള മലകയറ്റം വലിയ തിരക്ക് മൂലം നടക്കാതായി. യാതൊരുവിധ സൗകര്യവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് തീർത്ഥാടകർ അടക്കം ഇതിനോടൊപ്പം പറയുന്നത്. വർഷങ്ങളായിട്ട് ഈ ശബരിമലയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് എന്ന് തീർത്ഥാടകർ പറഞ്ഞു മടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വലിയ തിരക്ക് ഇത് ആദ്യമായിട്ടുണ്ടായതുപോലെ ഇന്നലെ രാവിലെ മുതൽ തിരക്ക് നിയന്ത്രണാതീതമായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ദർശന സമയം നീട്ടിക്കൊടുത്തു. അതിനുശേഷമാണ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള തരത്തിലേക്കുള്ള സംവിധാനം എത്തിയിരിക്കുന്നത്.
ഇപ്പോൾ തീർത്ഥാടകർ വലയുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിന് ശേഷം ഇപ്പോൾ അത് നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. പക്ഷേ തിരക്ക് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയും. ഇന്ന് രാവിലെയോടെയാണ് നിയന്ത്രണം കടുപ്പിച്ചിരിക്കുന്നു. കാര്യങ്ങൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തിരക്കുണ്ടെങ്കിൽ കൂടിയും നിയന്ത്രണ വിധേയമാണ്. ഭക്തർ സുഗമമായിട്ട് ദർശനം നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എങ്കിലും അവിടെ ജയകുമാർ എന്ന് പറയപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആദ്യമായിട്ടെടുത്തൊരു നടപടി എന്ന് പറയപ്പെടുന്ന വിവാദമായി. അദ്ദേഹം സർക്കാരിനെതിരെ സംസാരിക്കുന്നത് പോലെയായിപ്പോൾ അത് പിണറായി വിജയനും ഒപ്പം തന്നെ സർക്കാരിനും അത് അതൃപ്തി ഉണ്ടാക്കുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു അതൃപ്തി CPM-ഉം സർക്കാരും പിണറായി വിജയനും ഈ കെ ജയകുമാറിനെ അറിയിക്കുകയും ചെയ്തു.